ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC തിങ്സ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും സുഖമായി ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് മന്ത് സാലറി എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് ഒരുപാട് വർഷത്തെ ആഗ്രഹവും കാത്തിരിപ്പുമാണ് ഈ ജോലി. അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് ഒരു മാസം വർക്ക് ചെയ്യുക, കയ്യിൽ നമ്മളെ ജോലി ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച് ജോലി ചെയ്ത് ആ ഒരു സാലറി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം പറഞ്ഞാൽ അതെന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും അങ്ങനെ ഒരു നിമിഷം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സഫലമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ട്രാൻസ്ഫർ ആയ കാര്യം. ഞാൻ വേറൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തിട്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ 3 പേർക്കാണ് ട്രാൻസ്ഫർ ആയതെന്ന്. അതിലൊരു കുട്ടിക്കും എനിക്കും ഇപ്പോഴാണ് കിട്ടിയത്. അതിന് മുമ്പ് തന്നെ വേറൊരു കുട്ടിക്ക് ജോലി കിട്ടി. ഇനി ഒരാൾ കൂടെ ഞങ്ങളുടെ കയ്യിൽ കിട്ടാൻ ബാക്കിയുണ്ട്. അപ്പോൾ ആളും ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ കമ്പനി ബോർഡ് LGSനും അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ജോലി കിട്ടാനും ഒക്കെ ആയിട്ട് എക്സാമിനൊക്കെ ആയിട്ട് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അത് അയാൾക്കും കിട്ടട്ടെ, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബുക്ക് കമ്പനി ബോർഡ് LGS നോക്കുന്നുണ്ട്, ഡിഗ്രി പ്രിലിംസ് നോക്കുന്നുണ്ട്, അപ്പോൾ ഡിഗ്രി ലെവലിലുള്ള എക്സാമും നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിനും ബുക്ക് വാങ്ങണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഡിഗ്രി ലെവൽ എക്സാം പറയുമ്പോൾ അത് വേറൊരു ലെവൽ എക്സാം അല്ലേ. നമ്മുടെ ഈ LGSO അല്ലെങ്കിൽ VFA അതൊന്നും പോലെയല്ല. അത് നല്ല ഹൈ ലെവൽ എക്സാമുകളാണ്. അപ്പോൾ അതിനെന്തായാലും നന്നായി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് എന്തായാലും ഒരു റാങ്ക് ഫയൽ നിർബന്ധമായും അതിൻ്റേതായിട്ടുള്ളൊരു റാങ്ക് ഫയൽ വാങ്ങി പഠിക്കണം. പിന്നെ കമ്പനി ബോർഡ് LGSന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ റാങ്ക് ഫയൽ വാങ്ങണം, പക്ഷെ എന്നാലും അത്രയ്ക്കും നിർബന്ധമുള്ള കാര്യമില്ല. കാരണം നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സസൊക്കെ കേട്ട് അതിനു വേണ്ടി പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ തൊഴിൽ വാർത്ത അല്ലെങ്കിൽ തൊഴിൽ വീതിയിൽ രണ്ടും പഠിക്കുകയാണെങ്കിൽ അങ്ങനെ PSC ബുള്ളറ്റിനോ അങ്ങനെയെല്ലാം നിങ്ങൾക്കുള്ള അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വാങ്ങി പഠിച്ചാൽ തന്നെ ധാരാളമാണ്. കാരണം കമ്പനി ബോർഡ് LGS പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങനെ ഉള്ളൊരു നല്ലൊരു ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ അത്രയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാം അല്ലല്ലോ. ഇത് എന്തായാലും ബേസ് ആയിട്ടുള്ള എക്സാമുകളാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ബുദ്ധിമുട്ടണം, കഷ്ടപ്പെടണം വേണ്ടെന്നല്ല. പക്ഷെ എന്നാലും റാങ്ക് ഫയൽ അങ്ങനെ വാങ്ങിക്കണം എന്ന് കമ്പനി ബോർഡ് LGSന് നിർബന്ധമില്ല. കാരണം യൂട്യൂബ് ക്ലാസ്സസ് തന്നെയുണ്ട്, അതൊക്കെ കണ്ടിന്യൂസ് ആയി കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി അതെല്ലാം എല്ലാ ആഴ്ചയും വാങ്ങുക, അത് പഠിക്കുക, അതിലത്തെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കുക. അതൊക്കെ ചെയ്താൽ തന്നെ ധാരാളമാണ്. എന്തായാലും കമ്പനി ബോർഡ് LGS അതൊക്കെ കൊണ്ട് തന്നെ കിട്ടും. പിന്നെ PYQ ചെയ്ത് പഠിക്കുക, അത് നിർബന്ധം. പിന്നെ നമ്മൾ എന്ത് തന്നെ ചെയ്തു പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മൾ റിവിഷൻ അത് മസ്റ്റാണ്. റിവൈസ് ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. ബാക്കി നമ്മളെല്ലാം പഠിച്ചു, എല്ലാം ഒരു ബുക്ക് ഞാൻ ഫുള്ളായി പഠിച്ചു, ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതാൻ പോവാം എന്ന് നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല. കാരണം അത് നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് പഠിച്ചതെല്ലാം മറന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര തന്നെ പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ അത് റിവൈസ് ചെയ്യണം. അവിടെയാണ് അതിൻ്റെ പോയിൻ്റ്. അപ്പോൾ അതിനെ റിവൈസ് ചെയ്യണം. പിന്നെ PYQ മസ്റ്റായിട്ട് ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പഠിച്ചത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം മാർക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ ഗ്രാഫ് ഉയരുന്നുണ്ടോ താഴുന്നുണ്ടോ, നമ്മൾ ഏതുവരെ പഠിച്ചു, ഏത് ലെവലെത്തി എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ PYQ ചെയ്ത് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്കിനി ക്ലാസ്സുകളായിട്ട് ഞാൻ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് അടുത്ത ദിവസം മുതൽ. പിന്നെ എനിക്കൊരു സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം എനിക്ക് കുറച്ച് പോയിട്ട് വരാൻ കുറച്ച് ദൂരം കൂടുതലാണ്. അപ്പം ഞാൻ ചില സമയത്തൊക്കെ 7:15, 7:30 അല്ലെങ്കിൽ ചില ദിവസങ്ങൾ 6:45 എത്താറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ലാസ്സുകളായിട്ടൊന്നും ഇടാത്തത്. നിങ്ങൾക്ക് ഇടയ്ക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ സാലറി കിട്ടിയ കാര്യങ്ങളും അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അടുത്ത വീഡിയോയായിട്ട് വീണ്ടും കാണാം. ബൈ.